എടി എടി ദോശ കരിയുന്നടി. നീ എന്തോ നോക്കിയോണ്ട് നിക്ക. അങ്ങോട്ട് മാറി നിക്കടി. എന്താ അമ്മേ? നിങ്ങൾക്ക് ചായയാണോ കാപ്പിയാണോ വേണ്ടത്? അത് നിനക്ക് എന്താ ഇഷ്ടം വെച്ചാ അതങ്ങനെ എടുത്തോ. നീ പച്ചവെള്ളം തന്നാലും ഞാനത് കുടിക്കും. മോഹിനി, മോഹിനി, ഞാന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നീ ഇവിടെ ആരോടോ സംസാരിച്ചോണ്ട് നിന്നില്ലായിരുന്നോ? ഞാൻ ആരുമായിട്ട് സംസാരിച്ചില്ല. ഇനിയിപ്പോ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോന്ന് സംശയം ഉണ്ടെങ്കിൽ കയറി നോക്ക്. ഞാനും അങ്ങോട്ട് പോവില്ല. ഇപ്പൊ ഇവളെ ഭയക്കേണ്ട അവസ്ഥയാണല്ലോടാ. അതെ അമ്മേ, ഇതിപ്പോ പിള്ളേരെങ്കിൽ വരും ചെയ്യല്ലോ. എന്താ രണ്ടുപേരും കൂടി അവിടുന്ന് പിറുപിറുക്കുന്നത്? ഒന്നുമില്ല, ഒന്നുമില്ല. നീയേ ദോശ ചുട്ടോ. ഇനിയിപ്പോ തണുത്താലും കുഴപ്പമില്ല, ഞങ്ങള് കഴിച്ചോളാം. അല്ലേടാ പ്രതാപ? അതെ അതെ, നീ ഇനി എന്തുണ്ടാക്കിയാലും അതൊക്കെ ഞങ്ങൾ കഴിച്ചോളാം, ഒരു കുറ്റവും പറയാതെ. അതെ. വാമേ, വാ, വാമേ. പ്രതാപ, ഇവളെ ആരെയോ നോക്കി ചിരിച്ചടാ. അവളുടെ ആത്മാവ് ഈ മുറിക്കകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ആത്മാവിനെ നോക്കിയായിരിക്കും ഇവള് ചിരിച്ചത്. അമ്മ ഇങ്ങോട്ട് വാമേ, ഇനി നമ്മുടെ ദേഹത്ത് കയറണ്ട. മോള് വാ. എനിക്ക് ഉടനെ പോണോ അമ്മേ? അതെ, ഇനിയിപ്പോ അവരിങ്ങോട്ടൊന്നും വരത്തില്ല. ഞാനിതെല്ലാം ഉണ്ടാക്കി തന്നുവിടാം. എന്നാ പെട്ടെന്നാവട്ടെ. ശരി മോളെ. ഇങ്ങനെയാണെങ്കിൽ ഔട്ടം വരെ പോവണ്ട, ഇന്ന് തന്നെ പൂജ നടത്തായിരുന്നു. ഇത്തവണത്തെ ഓണം ഒലിച്ചു പോയാലും കുഴപ്പമില്ല. അടുത്ത തവണത്തെ ഓണം നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാലോ. അതിന് അയാള് വരണ്ടേ അമ്മേ? മന്ത്രവാദിക്ക് അവിട്ടത്തിനല്ലേ സൗകര്യപ്പെടുത്തുള്ളൂ. പിന്നെ എന്ത് ചെയ്യാനാ? ഇന്ന് ഓണത്തിന്റെ അന്ന് തന്നെ എന്തെങ്കിലും സംഭവിക്കുമോന്ന് എന്റെ പേടി. നിന്റെ കെട്ടിയവളുടെ ശരീരത്തിലാണ് അവളുടെ മോളെങ്കിൽ പിന്നെ മരിച്ചവളായിരിക്കില്ല, ജീവിച്ചിരിക്കുന്നവളായിരിക്കും നമ്മുടെ കഴുത്തെ പിടിച്ചേക്കുന്നത്. എനിക്ക് എന്റെ അമ്മോ, ആയുസ് തീരുന്നതിന് മുമ്പ് മരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നേരം വെളുക്കാറായി. ഇവിടെ വെച്ചാ ഞാൻ അവരെന്ന് കണ്ടത്, നിന്റെ ചേച്ചിയെ. ഇവിടെയോ? ആ, ഇതിനടുത്തുള്ള ഒരു പാലത്തിനടുത്ത്. ഒന്ന് നിർത്തിക്കേ. എന്താ? ആ കാറിൽ മഹാലക്ഷ്മി പോകുന്ന ഞാൻ കണ്ടു. വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടത്? അല്ല, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. രാത്രിയും പകലൊക്കെ അവരിറങ്ങി നടക്കുവാണല്ലോ. ഞാനൊരു പക്ഷെ അവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ടൊക്കെ ആയിരിക്കും നിനക്ക് അങ്ങനെ തോന്നിയ? അല്ല, എനിക്ക് അവളെ കണ്ട് തിരിച്ചറിയാലോ, അത് അവള് തന്നെയാ. അവരെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ലല്ലോ. ജീവിച്ചിരുന്നതിനേക്കാളും ഇപ്പൊ ഭയപ്പെടുത്തുക മരിച്ച ശേഷം. അയ്യോ, വാ പോവാം. അവളുടെ പുറകിൽ ഞാൻ അവളെ കണ്ടതാണല്ലോ.
അതോ എനിക്ക് തോന്നിയതാണോ? ഇങ്ങോട്ട് നോക്കിയേ, നേരത്തെ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവളുടെ ദേഹത്ത് അവളുടെ മോളുണ്ടോന്നു. ആ അതെ, ഡാ ഇന്നലെ രാത്രിയിലെ അവളുടെ മുറിയിലെ പാലപ്പൂവിന്റെ ഗന്ധം ഉണ്ടായിരുന്നൊക്കെ അവള് പറഞ്ഞായിരുന്നല്ലോ പ്രതാപ. അപ്പോ അവളുടെ ഒപ്പമായിരിക്കും അവളുടെ മോളുടെ ആത്മാവും കിടന്നുറങ്ങിയത്. അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ടോ മേ? ആ പിള്ളേരെത്തി. അച്ഛാ, എന്താ മോളെ? മുത്തശ്ശി, ഞാനും കണ്ടവളെ ഒരു മിന്നായം പോലെ കണ്ടത്. ഞങ്ങൾ കാറിൽ ഇങ്ങോട്ട് വന്നപ്പോ എതിരെ വന്ന കാറിൽ ഏട്ടത്തി ഉണ്ടായിരുന്നു എന്നൊക്കെയാ ഇവള് പറയുന്നത്. ഞാൻ കണ്ടില്ല. ശ്ശേ, ഇത് വലിയ ഇടങ്ങേറായല്ലോ. ഇപ്പൊ അവൾ ഇവിടെ ഉണ്ടായിരുന്നു. അതെ, മോളെ മോളുടെ അമ്മയുടെ ശരീരത്തില് അവളുണ്ട്. ആ അവളുടെ പിന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാ മോളെ, പിന്നെ കണ്ടില്ല. അവളതെ ഇപ്പോ ഞാൻ അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ. പിന്നെങ്ങനെ ഞാൻ കണ്ടത്? അതിലെന്താ മോളെ അത്ഭുതം? ആത്മാക്കൾക്ക് ഒരേ സമയത്ത് തന്നെ പലയിടത്തും പോകാൻ പറ്റുമല്ലോ. മോളെ നാളെയും കൂടി അവിടെ ശല്യം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇന്നൊരു ദിവസം കഴിഞ്ഞു കിട്ടാനോ പാടം. സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാലേ 16 കഴിയുന്നതുവരെ അവർ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാ ഈ തറവാട്ടിൽ തന്നെ അവൾ ഇപ്പോഴും ഉണ്ട്. ഞാനിടയ്ക്ക് ഏടത്തി റോഡിൽ വെച്ച് കണ്ടായിരുന്നല്ലോ. അതേ സ്ഥലത്ത് എത്തിയപ്പോഴാ ഒരു കാറ് പാസ് ചെയ്ത് പോയതും ഇവളെ ഏട്ടത്തിയെ കണ്ടെന്ന് പറയുന്നതും. എന്നെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു മുത്തശ്ശി. മോള് പറയുന്നത് ശരിയായിരിക്കും അമ്മേ. മോളും കൂടിയേ അവളെ കാണാനുണ്ടായിരുന്നുള്ളൂ. നാളത്തെ മന്ത്രവാദം കൊണ്ട് ഈ ശല്യം തീരുമോ മുത്തശ്ശി? തീരണം, ഇല്ലെങ്കിൽ അവള് നമ്മളെ എല്ലാം തീർക്കും. മക്കള് വാ വാ. വാ. വരുന്നുണ്ട് വരുന്നുണ്ട്, ആത്മാവ് കയറിയോള് വരുന്നുണ്ട്. മോളും മോനും വന്നായിരുന്നോ? എന്താ നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നത്? വാ. എന്തു പറ്റി എല്ലാവർക്കും? ഏയ് ഒന്നുമില്ല മോഹിനി. ലക്ഷ്മിയെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഉണ്ണിമോനെ? ഒന്നും അറിയത്തില്ല അമ്മേ. നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാം, എന്നിട്ടും അറിയില്ലെന്ന് എല്ലാവരും കൂടി നടിച്ചുകൊണ്ട് നടക്കുക. അതിനേക്കാളും ഒക്കെ നന്നായിട്ട് ഇപ്പൊ കാര്യങ്ങൾ അറിയാവുന്നത് നിനക്കല്ലേ. പിന്നെ എന്തിനാ മോഹിനി ഞങ്ങളെയൊക്കെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നേ? എനിക്ക് എന്തറിയാന്നാ നിങ്ങളൊക്കെ ഈ പറയുന്നേ? ഏയ് ഞങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ചായ എടുക്കട്ടെ മക്കളെ? ആ എടുത്തോ. എന്താ? അല്ല, രാവിലെ കഴിക്കാൻ ദോശയും പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ പലഹാരങ്ങളും ഉണ്ട്. മറ്റെന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ മോളെ? ഏയ് ഇല്ല, മോക്കൊന്നും കഴിക്കാൻ തോന്നില്ല. ഇനി നീ എന്തുണ്ടാക്കിയാലും അത് മോളെന്നല്ല, ഞങ്ങൾ എല്ലാരോടും അങ്ങ് കഴിച്ചോളാം. അതെ. നീ പോയി ഉണ്ടാക്ക്. എന്റെ മോളെയും മരുമോനെയും പേടിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ എല്ലാവരും കണ്ണന്റെയും ലക്ഷ്മിയുടെയും മരണമാണല്ലോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊപ്പം നിന്നേ പറ്റൂ.
എന്റെ മോളെ, കഴിഞ്ഞ ഒരു രാത്രി ഞങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന നേരത്തെ പ്രേതം കൂടിയവളുടെ കൂടെയാണല്ലോ എന്റെ മോള് കിടന്നത്. അന്ന് മുറിക്കകത്ത് പാലപ്പൂവിന്റെ ഗന്ധം ഉണ്ടായിരുന്നു മോളെ. ഏയ്, എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചാ കിടന്നത്. അന്ന് നന്നായിട്ട് ഉറങ്ങിന്നാ ഇയാള് പറഞ്ഞത്. ആണോ മോളെ? ഇനി എന്തായാലും ഇന്നത്തെ ദിവസം മോൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ അവളുടെ കൂടെ മോള് കിടക്കണ്ട. മോളോടാ അവൾക്ക് വാശി വൈരാഗ്യം കൂടുതല്. പ്രത്യേകിച്ച് മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് അവള് സഹിക്കാൻ പറ്റാതെ നടക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് ഈ കുഞ്ഞിന് പോലും ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ അവള് ചെയ്തു കളയും. എന്നാ പിന്നെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു അല്ലേ കിരണേ? അവിടെ നിന്നാൽ എന്താ മെച്ചം? അവിടെ അവള് വരുന്നുണ്ടല്ലോ. എന്റെ ഉണ്ണിക്കുട്ട, അവള് സർവ്വവ്യാപിയാണ് മോനെ. നമ്മള് നാരായണ മന്ത്രവും ജപിച്ച് നാളെ മന്ത്രവാദി ഇവിടെ വരുന്നത് വരെ ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. ഇപ്പൊ വീട്ടിനകത്തുള്ളവളെയും പേടിക്കേണ്ട അവസ്ഥയായല്ലോ അമ്മേ. ശരിയാ മോനെ. ദേ മക്കളെ, ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ടും കണ്ടതാ. അവളുടെ പിന്നിൽ അവിടെ മോള് നിന്നത് അവളുടെ ദേഹത്ത് നിന്ന് ഇറങ്ങി നിന്ന പോലെയല്ലേ? അവളെ കുറിച്ച് മോശമായിട്ട് ആരും ഇനി ഈ വീട്ടിനകത്ത് സംസാരിക്കരുത്. അവള് നമ്മുടെ ചുറ്റിനും ഉണ്ട്. ഈ പറയുന്നതൊക്കെ അവക്ക് കേൾക്കാം. അവള് വളരെ നല്ലവളാ. എന്റെ പൊന്നുമക്കളെ, പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ ലോകത്താരും പ്രേതത്തെ ഒരേ സമയത്ത് ഇങ്ങനെ കണ്ടു കാണത്തില്ല. മോളെ, ചായ. ചായ കുടിക്കും മോളെ. അമ്മേ, അല്ല, നിങ്ങളൊക്കെ എന്താ എന്നെ കാണുമ്പോ ഇങ്ങനെ പേടിക്കുന്നത്? ഞങ്ങൾക്ക് ഒരു പേടിയില്ല നിന്നെ. അങ്ങനെ ഉണ്ടതേ നിനക്ക് വെറുതെ തോന്നുന്നതാ. ആ, ഞാൻ ബാക്കിയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. മാമേട്ടാ, അയ്യോ, എന്താ മാമേട്ടാ? ദുർഗ വിളിച്ചു, വീണ്ടും ചോദിച്ചു ചെല്ലുന്നു. അവരെല്ലാരും കൂടി ഓണം ആഘോഷിക്കട്ടെ, ഞാൻ ഊന്നില്ല. ദേ, ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞത്? പ്രേതത്തെയും ഭൂതത്തെയും പേടിയില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലാന്നൊക്കെ അല്ലേ? എന്നിട്ടിപ്പോ എന്തായി? ഈ തൊഴിപ്പിച്ച് കളയേണ്ട കേസ് തന്നെയാ. പ്രതാപനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കടുപ്പിച്ച് കാര്യങ്ങൾ ചെയ്തോളാൻ. വേണമെങ്കിൽ ഇവിടെ ഒരു മന്ത്രവാദം നടത്താം. അവള് ജീവിച്ചിരിക്കുന്ന പോലെയല്ലേ ഓരോരുത്തരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്? നീ അവളെ കണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കിടപ്പിലായി പോയേനെ. നമ്മുടെ മോന് ഇതൊന്നും വിശ്വാസമില്ലാത്ത കൂട്ടത്തിലല്ലേ? അവനാ അവളെ ആദ്യമായിട്ട് കണ്ടത്. പക്ഷേ അവനെ മാത്രമേ അവള് തലയ്ക്ക് അടിച്ചോളൂ. ബാക്കി ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. ദേ, കുറച്ചു മുമ്പേ കരുണമോള് വിളിച്ചിരുന്നു. അവളും വരുന്ന വഴിയിൽ വെച്ച് മഹാലക്ഷ്മി കണ്ടെന്നാ പറയുന്നത്. ഇരുട്ടായി കഴിഞ്ഞ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ തിരുവോണ രാത്രി കൂടെ കഴിഞ്ഞു കിട്ടണം. നാളെ അവിട്ടമായിട്ട് മന്ത്രവാദം കഴിഞ്ഞ പിന്നെ അവളുടെ ശല്യം ഉണ്ടാവത്തില്ലെന്നാ പ്രതാപനും അയാളുടെ അമ്മയൊക്കെ പറയുന്നത്. പിന്നെ അവര് പോയി കണ്ട മന്ത്രവാദിയെ എനിക്കറിയാം, മഹാസിദ്ധനാ.
വല്ല കള്ളമന്ത്രവാദിയാണെങ്കിൽ കാശ് പോകത്തേ ഉള്ളൂ. അയാളെ കരിങ്കാളിയുടെ ഉപാസകനാ, അതും കാട്ടിനകത്ത്. അതുകൊണ്ട് ചുട്ട കോഴിയെ പറപ്പിക്കുന്നൊക്കെയാ പറയുന്നത്. ആ, എന്തായാലും ശരി, ഈ മാരണമൊന്ന് വിട്ടുപോയാ മതിയായിരുന്നു. അല്ല, നിനക്ക് ഓണമായിട്ട് സദ്യ കഴിക്കാൻ അങ്ങോട്ട് പോണമെങ്കിൽ പൊയ്ക്കോ. അയ്യോ, ഞാൻ പോകുന്നില്ല. എനിക്കിപ്പോ പകലും പുറത്തിറങ്ങാൻ പേടിയാ. അയ്യോ, എത്തിയാ? എന്തായി പോയിട്ട്? ആ, ഇന്ന് നിന്റെ ഭാര്യയെ കണ്ട് കരുണയുടെ മുത്തശ്ശി ശരിക്കും ഭയന്നു. തന്നെ കണ്ടോ? ആ, മുത്തശ്ശി ഉറക്കമുണർന്ന് വരുന്ന കരുതിയതേയല്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് വന്നു. അമ്മയുടെ പിന്നിൽ നിൽക്കുന്ന എന്നെ കണ്ടിട്ട് അമ്മയുടെ ശരീരത്തിൽ ഞാൻ കയറിയെന്ന് അവർക്കൊക്കെ സംശയമായി. ആ രീതിയിലായിരുന്നു പിന്നീട് അവരുടെയൊക്കെ സംസാരം. അപ്പൊ സാറേ, ഞാൻ പൊക്കോട്ടെ? രാവിലെ പോവാണോ? ഞാൻ പറഞ്ഞില്ലേ, ഓണസദ്യയൊക്കെ ഒരുക്കി എന്നെ കാത്തൊരാളിരിപ്പുണ്ടെന്ന്. മാർക്കോയുടെ കുടുംബത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ആരാ അങ്ങനെ കാത്തിരിക്കുന്നേന്നും പറഞ്ഞിട്ടില്ല. അത് തൽക്കാലം പറയുന്നില്ല. ഈ കാത്തിരിക്കുന്നയാള് അങ്ങനെ ഒരാളാ, എനിക്ക് പോലും പിടിതരാത്ത ഒരാളാ. ആഹാ, ശരി എന്നാ. നല്ലവനായ മാർക്കോയ്ക്ക് എന്തോ ഒരു ദുരന്ത കഥ പറയാനുണ്ട് കണ്ണ. എനിക്കും അങ്ങനെ തോന്നുന്നത്. ഇന്നത്തെ കാലത്ത് പലരും സഹായം അഭ്യർത്ഥിച്ച് നടക്കുന്നവരാ. ഇവന് വേണമെങ്കിൽ എന്റെ സ്വത്തിന്റെ പാതി പോലും എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാ. കാരണം അത്രത്തോളം സഹായങ്ങളാ ഞങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്തു തന്നത്. പക്ഷെ അവനതൊന്നും വേണ്ട. പാവം, ഓണായിട്ട് എന്തേലും കൊടുക്കാന്ന് വെച്ചാ അതും വാങ്ങൂല. അതുകൊണ്ട് ഇന്നലെ ലോപ്പസിന്റെ കയ്യിൽ കുറച്ച് പൈസ ഞാൻ കൊടുത്തതാ. പക്ഷേ അവനും അത് വലിയ വിഷമായി. അതുകൊണ്ട് അവരെയൊക്കെ നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കാടാ. ലക്ഷങ്ങളിൽ 1-2 പേരെ അങ്ങനെയുള്ളത്. കോടികളല്ല, അതിനേക്കാൾ വിലമതിക്കുന്ന ഇതുപോലുള്ള സഹായികളാ, സുഹൃത്തുക്കളാ നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. ആ, അപ്പോഴേ ആ ജയബാലൻ ചേട്ടനും തോമസ് സാറും എല്ലാരും കൂടെ ഇന്ന് ഓണസദ്യ ഒരുക്കുമായിരിക്കും. ഞാൻ അവരൊന്ന് സഹായിക്കട്ടെ. താൻ വന്നിട്ട് തന്നെ കൊണ്ട് എല്ലാത്തിന്റെ മേൽനോട്ട് ഏറ്റെടുപ്പിക്കണമെന്നാ തോമസ് സാർ പറഞ്ഞത്. അതിനെന്താ, എനിക്കതിൽ സന്തോഷേ ഉള്ളൂ. ഞാൻ ദേ വരുന്നു. എടാ, ഇത്തവണത്തെ ഓണം ഒട്ടും മോശാവില്ല. അടുത്ത തവണ ഇതിലും ഗംഭീരമാവണമെന്നാ എന്റെ മഹാലക്ഷ്മിയുടെ ആഗ്രഹം. അത് ഇന്നലെ രാത്രി കൂടി ഞങ്ങള് സംസാരിച്ചതേ ഉള്ളൂ. അടുത്ത ഓണത്തിന് എന്റെ അരയ്ക്ക് താഴോട്ട് ചലനശേഷി കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അടുത്ത തിരുവോണം നമ്മൾ ആഘോഷിക്കുന്നത് ഇവിടെ ആയിരിക്കത്തില്ല, അങ്ങ് ജർമ്മനിയിലായിരിക്കും. നീയൊക്കെ കുറെ കൊല്ലമായിട്ട് എന്നെ അങ്ങോട്ട് വിളിക്കല്ലേ. ആ പരാതി മിക്കവാറും അടുത്ത കൊല്ലം തീർക്കാൻ കഴിഞ്ഞേക്കും. അത് തന്നെ എന്റെ ലേഖയുടെ ഒക്കെ വിശ്വാസം. തോമസ് സാർ പറയുന്നത് പോലെ മഹാലക്ഷ്മി മഹാഭാഗ്യവുമായിട്ടാ എന്റെ ജീവിതത്തിലേക്ക് വന്നത്. ആ ഭാഗ്യം കൂടെ ഉള്ളിടത്തോളം കാലം എന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. പിന്നെ നമ്മൾ തമ്മിലൊരു ഉടമ്പടിയുണ്ട്. മഹാലക്ഷ്മി അമ്മയായാൽ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് സ്വന്തം മക്കളായി താലോലിക്കാൻ പറ്റുമെന്ന്. അതിനെന്താടാ, ഞാൻ നീ എന്നൊരു വ്യത്യാസം നമ്മൾ തമ്മിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. നമ്മുടെ മക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. മഹാലക്ഷ്മിയോട് ആ പ്രവചനം നടത്തുന്ന അമ്മ പറഞ്ഞതുപോലെ അയാൾക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിലൊരു കുഞ്ഞിനെ നീ വളർത്തിക്കോ. ഒരിക്കലും ഞാനും മഹാലക്ഷ്മി അതിനൊരു തടസ്സമില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ വീട്ടിൽ എന്റെ കുഞ്ഞുങ്ങളുള്ളത് എന്റെ വീട്ടിലെ പോലെ തന്നെയല്ലേ. അതുകൊണ്ട് ഒരിക്കലും തന്ന വാക്ക് ഞാൻ തെറ്റിക്കില്ല. പക്ഷേ അത് പാലിക്കാനുള്ള അവസരം ദൈവം തരണമെന്ന് മാത്രം.
അമ്മേ, ആ മോനെ എത്തിയോ? ഓണത്തിന്റെ അന്നാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടുന്നത്. അന്നിനി എവിടാണെന്ന് പറഞ്ഞാലും ഞാനെത്തും. ഇനിയിപ്പോ സ്വർഗത്തിലാണെങ്കിൽ കൂടി. അങ്ങനെ മോൻ പെട്ടെന്നൊന്നും സ്വർഗത്തിലേക്ക് പോവില്ല കേട്ടോ. ഈ അമ്മ കൂടെ ഉള്ളപ്പോ എനിക്കറിയാം ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ലെന്ന്. അല്ല, സദ്യ ഒരുക്കോ? ആ, ഒരുക്കങ്ങൾ ഏതാണ്ടൊക്കെ കഴിയാറായി. ദേ ഇതും കൂടി കാലായാ മതി. ആ, ഞാനെന്നാ ഇല വെട്ടി കൊണ്ടുവരട്ടെ അമ്മേ. ആ ആയിക്കോട്ടെ. ആ മോനെ, ആ ഓണമായിട്ട് സദ്യ കഴിക്കാൻ വേറെ ആരെങ്കിലും നിർബന്ധിച്ചായിരുന്നോ? അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? നിർബന്ധിച്ചോ ഇല്ലയോ? നിർബന്ധിച്ചായിരുന്നു. എന്നിട്ട് അവരെ നിരാശപ്പെടുത്തിയല്ലേ? നിരാശപ്പെടുത്താതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ ഓണവും അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ്. അന്ന് എനിക്ക് ഇവിടെ ഓടിയെത്തിയേ പറ്റൂ. നമ്മളെ മതി പറ്റി. ആ കഴിക്കുമോളെ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവൾക്ക് ഓണത്തിനൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. സാരമില്ലടാ മോനെ, അങ്ങനെ വാങ്ങിക്കൊടുക്കാനൊക്കെ പോയി കഴിഞ്ഞാലേ ആരെങ്കിലും ഒക്കെ സംശയിക്കില്ലേ? ഈ തവണത്തെ ഓണം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. അടുത്ത തവണ നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാലോ. അടുത്ത തവണത്തെ ഓണത്തിന് ആരൊക്കെ കാണുമെന്ന് പറയാൻ പറ്റില്ല അപ്പച്ചി. അങ്ങനെയൊന്നും പറയാതെടാ. ആ, നാളെ പ്രതാപന്റെ വീട്ടിലെ പൂജയും മന്ത്രവും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ അവളുടെ ഒരു ശല്യം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നില്ല അവിടെ നടക്കുന്ന പൂജയും മന്ത്രവാദവും കൊണ്ട് ഏട്ടത്തി ഒഴിഞ്ഞു പോവെന്ന്. അല്ലെങ്കിലും നീ ഇപ്പൊ നല്ല കാര്യങ്ങളൊന്നും പറയത്തില്ലല്ലോ. ഏത് നേരം അമ്മയായിട്ട് വഴക്കാണ് അപ്പച്ചി. ഡി, നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന പോലൊന്നും നിന്റെ അമ്മായിയമ്മയോട് എടുക്കരുത്. ആ, എടുത്താലേ നിനക്ക് പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് നിൽക്കേണ്ടി വരും. അങ്ങനെ വന്ന് നിന്നാലും കണ്ണേട്ടൻ എന്നോട് ഒരിക്കലും ഇറങ്ങി പോവാൻ പറയില്ല. ഓ, പറഞ്ഞ പോലെ ശരിയാണല്ലോ. എനിക്കിപ്പോ നീ ജീവിക്കുന്നതാണല്ലോ അവൻ ഇഷ്ടമല്ലാത്തത്. ബന്ധം പിരിഞ്ഞു വന്നാ അവൻ നിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ ചിന്തിക്കുന്നോണ്ടാ അവന് അവന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടത്. കണ്ണേട്ടനെ ഏട്ടത്തെ നഷ്ടപ്പെട്ടതൊന്നും അല്ലല്ലോ, എല്ലാരും കൂടെ ഏട്ടത്തെ കൊന്നതല്ലേ. ആ മതി, നിർത്തിയേ. ഓണസദ്യയുടെ മുന്നിൽ ഇരുന്നാണോ വേണ്ടാത്ത ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? കഴിക്ക് മേഘ. ദാ. അമ്മ ഇതെവിടെ പോയിരുന്നു? ഞാനേ ഒരു തൂച്ചനല വെട്ടാൻ പോയതാ. ഗണപതിക്ക് മാത്രം വെച്ചാ പോരാ, ഇത്തവണ പിതൃക്കൾക്കും വിളമ്പണം. അങ്ങനെ ഒരു ഏർപ്പാടില്ലല്ലോ അമ്മേ. ഇല്ലെങ്കി ഇത്തവണ അത് വേണോന്നാ ഞാൻ പറഞ്ഞത്. അതെന്താ അങ്ങനെ? ആ, അതങ്ങനെയാ. അതിനെ ഇനി എതിർക്കണ്ട മോഹിനി. ഇനിയിപ്പം ഏതെങ്കിലും ദുരാത്മാക്കളെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അവര് തൃപ്തിപ്പെട്ടു പോയിക്കോട്ടെ. കർക്കിടക ഭാവിന് ഇങ്ങനെയൊക്കെ വിളമ്പുന്നത്, അല്ലാതെ ഓണത്തിനല്ല. ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല. ഡേ, നിന്റെ മരിച്ചുപോയ കെട്ടിയോനെ നീ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തെ കാണാറുണ്ടെന്ന് പറയാറുണ്ടായിരുന്നല്ലോ. ഇനി അവനാണെങ്കിലോ അലഞ്ഞു തിരിയുന്ന. അല്ലമ്മേ, അത് മാത്രമല്ലല്ലോ, ലക്ഷ്മിയെ ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ലല്ലോ.
അവക്കിനി എന്ത് സംഭവിച്ചെന്ന് ആർക്കറിയാം? എന്റെ മോളെ നിങ്ങൾ കൊന്നോ? അതുകൊണ്ട് മോൾക്കാണോ തൂശനയിലേട്ടത്? ആണോന്ന്? വെറുതെ ഓരോന്ന് ചോദിച്ച സമയം കളാതെ ഇങ്ങോട്ട് വിളമ്പടി. ഇല്ല, ഞാൻ വിളമ്പില്ല. വിളമ്പാനല്ലേ നിന്നോട് പറഞ്ഞേ? വിളമ്പില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? വിളമ്പില്ലാന്ന് വെച്ചാ വിളമ്പില്ല. അമ്പേ പ്രതാപ, അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ മുതശ്ശി വിളമ്പുന്നത്? ആ അതെ, അവളിങ്ങനെ വേണ്ടാന്ന് നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വിളമ്പണ്ടമ്മേ. വേണ്ടാത്ത പണി കാണിക്കാതെ അമ്മ അങ്ങോട്ട് ഇരിക്കേ. ശരി, ഞാൻ ഇരുന്നോളാം. മതി മതി. ആ മതി. ഇരിക്കെ അമ്മ ഇരിക്കെ. ലക്ഷ്മി മോൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ആഹാരം കഴിച്ചാലും ഇറങ്ങില്ല. അവളുടെ ആത്മാവ് നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ രണ്ടാൾക്ക് കൂടെ ഒന്നിച്ചു കഴിക്കാലോടി. മക്കള് കഴിക്കേ. കഴിക്കമ്മേ. അവിയലിനൊക്കെ ഇറച്ചിയുടെ ചോയുണ്ടോടാ? ഉണ്ടോ? ആ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടമ്മേ. ആ, നിനക്കെന്താ പറ്റി? പറയടാ മോനെ, എന്താ പറ്റിയടാ? എന്താ? ഒന്നുമില്ല. ഒന്നുമില്ലേ? നിങ്ങളൊക്കെ വല്ലാതെ ഭയക്കുന്നുണ്ടല്ലോ. എന്റെ ഈ മോള് പോലും എന്നെ ഭയത്തോടെയാ നോക്കുന്നത്. എന്താ നിങ്ങൾക്കൊക്കെ സംഭവിച്ചത്? അതിന് തക്ക എന്തെങ്കിലും പാപം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ഒരു പാപവും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അമ്മ പേടിയുമില്ല. അതെ അതെ, ഒരു പേടിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇന്ന് ആ മന്ത്രവാദി ഒന്നുകൂടെ വിളിക്കണം. അയാൾ ഓണസദ്യയൊക്കെ ഉണ്ടിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങരുതെന്ന് പറയണം. നാളെ കളം വരച്ച് മന്ത്രവാദം നടത്തിയേ പറ്റൂ. നടത്ത്. എന്തായാലും എന്റെ മോള് മരിച്ചെന്ന് വിശ്വസിക്കുന്നവരാരും ഇപ്പൊ സ്വസ്ഥമായിട്ട് കഴിയുന്നില്ലല്ലോ. മനസമാധാനത്തോടെ അവർക്ക് ആഹാരം കഴിക്കാനും ഉറങ്ങാനും പറ്റുന്നില്ല. മനുഷ്യന്മാരെ കൊല്ലാൻ നോക്കുന്നവരോട് ക്ഷമിക്കേണ്ട കാര്യമില്ല. എന്നാലും ഇത്രയൊക്കെ നമ്മളെ സഹായിച്ചിട്ടും മാർക്കോ സമയത്ത് മാറിയത് വലിയ കഷ്ടായിപ്പോയി. അവൻ അങ്ങനെയാ, ഓരോ ഓണത്തിനും ഇവിടെ വന്നിട്ടില്ല. കർക്കിടക മാസത്തിൽ
കൃത്യമായിട്ടും ശരീരം നന്നാക്കാൻ വരും. ഓണത്തിന് വിളിച്ച ഒരു മുങ്ങങ്ങ് മുങ്ങും. അവൻ പറയുന്നതേ അവനൊരു തിരുവോണത്തിന്റെ അന്നാ ജനിച്ചതെന്നാ. ആഹാ, അപ്പോ തിരുവോണം മാർക്കോയുടെ പിറന്നാൾ ദിവസമാണോ? ഒന്നും അറിയില്ല എന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് അവന്റെ ജനന ദിവസം ഓർത്തു വെക്കേണ്ട കാര്യമില്ലെന്നാ അവൻ പറയാറ്. അവന്റെ കുടുംബത്തെക്കുറിച്ചൊന്നും അറിയില്ലേ സാർ? അവൻ ഇതുവരെ അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ചോദിച്ചാ ഒഴിഞ്ഞു മാറും. പക്ഷേ ഓണത്തിന്റെ അന്ന് കൃത്യമായിട്ട് അവൻ ആരെയോ കാണാൻ പോകും. കഴിക്കേ. കറികളൊക്കെ കൊള്ളാവോ സാർ? ഓർമ്മ വെച്ച കാലം മുതല് അമ്മയോടൊപ്പം അടുക്കളയിൽ കയറുന്ന ആളായിരുന്നു മഹാലക്ഷ്മി. അതുകൊണ്ട് ഒന്നും മോശമായിട്ടില്ല. കണ്ണ, താൻ ഭാഗ്യവാനാണോ? ഓണത്തിന് ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കിയ സദ്യ കഴിക്കണമെന്ന് താൻ ആഗ്രഹിച്ചെങ്കിൽ ഇവിടെ വെച്ചിട്ടായാലും അത് നടന്നല്ലോ. അത് ശരിയാ. നാളത്തോടെ നാടകം കളി അവസാനിപ്പിക്കുമല്ലോ. ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല സാർ. പക്ഷേ മഹാലക്ഷ്മി മരിച്ചെന്ന് വിശ്വസിക്കുന്നവര് അതിനുശേഷം ഒരു ദിവസം പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ലെന്ന് പറയാം. ഒന്നും വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. ഒരിക്കലും അവരാരും അങ്ങനൊന്നും ചിന്തിക്കില്ല സാറേ. നാളത്തെ മന്ത്രവാദ ഹോമമൊക്കെ കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് ഇയാൾ ഒഴിഞ്ഞു പോകുന്ന എല്ലാവരുടെ വിശ്വാസം. എന്തായാലും ഇതുപോലുള്ള ആൾക്കാരെ അപൂർവമായിട്ടേ കാണാൻ പറ്റൂ. കണ്ണന്റെ വീട്ടിൽ ഒരാളെങ്കിലും നന്നായിരുന്നെങ്കിൽ അത് കണ്ണന് വലിയ ആശ്വാസമായേനെ. ഇത് കുടുംബത്തിലുള്ള മൊത്തം ആൾക്കാരും ഒന്നുമല്ലാതായിപ്പോയി. അല്ല, അമ്മ ഇരിക്കേ. എത്ര രുചിയുള്ള ഭക്ഷണം കഴിച്ചാലും അതൊന്നും ഇതിന് മേലെ ആവില്ല അമ്മേ. അമ്പലപ്പുഴ പാൽപ്പായസം പോലെയാ അമ്മയുടെ പാചകം. ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം ഗണപതിക്ക് വെച്ചിട്ട് വിളമ്പി കഴിഞ്ഞാ പിന്നെ എല്ലാത്തിനും അസാധ്യ ടേസ്റ്റാ. വെറുതെ പുകഴ്ത്താതെ കഴിക്കേ. പുകഴ്ത്തിയതല്ല, ഞാൻ പറഞ്ഞ സത്യമാണമ്മേ. പിന്നെ ഇതുപോലെ ഓണവും വിശേഷ ദിവസമൊക്കെ വരുമ്പോ മാത്രമല്ലേ എനിക്ക് ഭക്ഷണം കിട്ടാറുള്ളൂ. ബാക്കി ദിവസങ്ങളിലൊക്കെ അമ്മ ദേശാടനത്തിലാണല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അടുത്ത ഓണത്തിനെങ്കിലും രണ്ടാൾക്കും എനിക്ക് വെച്ചു വിളമ്പാൻ പറ്റുമോ? രണ്ടാൾക്കോ? ആ, മോനും മോന്റെ ഭാര്യയ്ക്കും. ഭാര്യയോ? ഓണത്തിന് എനിക്ക് വെച്ചു വിളമ്പാൻ ഒരു അമ്മയുണ്ടല്ലോ, പിന്നെന്തിനാ ഒരു ഭാര്യ? മോന്റെ ഭാവിയെ പറ്റി എനിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. മകരലഗ്നക്കാരനാണ് മോൻ. മകരത്തിന്റെ അധിപൻ ശനിയാ. അതുകൊണ്ട് അയ്യപ്പക്ഷേത്ര ദർശനം നിർബന്ധമാ. അതിനുവേണ്ടി വൃശ്ചിക മാസം വരെ കാത്തിരിക്കണ്ട. എല്ലാ മലയാള മാസവും നട തുറക്കുമ്പോ കഴിവതും മല ചവിട്ടാൻ നോക്കണം. ഉറപ്പായിട്ടും. ഇനി വിശാലമായിട്ടൊന്ന് ഉറങ്ങണം. ഒരുപാട് നാളായി ഇത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ട്. മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് നാളെ 10,000 തട്ടിയെടുക്കാൻ ഒരുത്തൻ ശ്രമിക്കുന്നുണ്ടല്ലോ. കാടിനകത്തുള്ള കരിങ്കാളി ക്ഷേത്രത്തിലെ പൂജാരിയാ. അമ്മയ്ക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. 1-2 തവണ
ഞാൻ അമ്മയ്ക്കൊപ്പം പോയിട്ടുണ്ട്. എനിക്കും അയാളുടെ പൂജയിൽ വലിയ വിശ്വാസമൊന്നും തോന്നിയിട്ടില്ല. നാളെ അയാൾക്കിട്ട് 2 പൊട്ടിക്കണം. ഇനി മേലാൽ അയാൾ എവിടെയും മന്ത്രവാദം നടത്തരുത്. നാളത്തെ കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. മരിച്ചെന്ന് വിശ്വസിച്ചിരിക്കുന്നവരുടെ അരികിലേക്കാ നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത്. അങ്ങനെ തന്നെ വേണമല്ലോ. എങ്ങനെ ശ്രമിച്ചാലും നമ്മൾ ആരും മരിക്കില്ല എന്ന് എല്ലാരും അറിയണം. ഇപ്പൊ മഹിയുടെ അമ്മയെ കണ്ട് രണ്ടാനച്ഛനും അയാളുടെ അമ്മയും പേടിച്ച് വിറച്ചിരിക്കായിരിക്കും അല്ലേ? അമ്മയുടെ ദേഹത്ത് കയറിയിരിക്കാന്നല്ലേ അവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നേ. അതിന്റെ ഒരു ഭയം എന്തായാലും അവർക്കെല്ലാം ഉണ്ടാവും. എടാ കണ്ണാ, നിന്റെ രണ്ടാനമ്മയെയും അനിയനെയും അനിയത്തിയൊക്കെ നിന്റെ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് വല്ല ചാണകളം തളിക്കാൻ നോക്കടാ. അതിന് പെട്ടെന്ന് പറ്റില്ലല്ലോടാ. അങ്ങനെ അടിച്ചിറക്കുമ്പോ ഇയാളുടെ അനിയത്തെ കൂടി പുറത്താക്കേണ്ടി വരില്ലേ? അവൾക്ക് 2 വീടുണ്ടല്ലോ, കുടുംബ വീടും മുത്തശ്ശിയുടെ വീടും. അവിടെ പോയി താമസിക്കട്ടെ. ഇങ്ങനെയുള്ള അനിയത്തിമാരെ ലോകത്തെവിടെയും കാണാൻ പറ്റില്ല മഹി. അവരൊക്കെ ചിന്തിക്കുന്ന പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ അനന്തേട്ടാ. ചിന്തിക്കാനൊക്കെ പറ്റും. പിന്നെ നമുക്കൊക്കെ കുറച്ച് മനസാക്ഷി ഉണ്ടായിപ്പോയി. ആ മനസാക്ഷി തന്നെ പലപ്പോഴും നമുക്ക് ആപത്തുണ്ടാക്കുന്നത്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കേ. താനിക്ക് വാ. ഇങ്ങി വാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എന്റെ ഓണാശംസകൾ. അത് ശരി, സദ്യയൊക്കെ കഴിച്ചിട്ടാണ് ഓണാശംസകൾ പറയുന്നത്. ഇത് നല്ല സദ്യ ഒരുക്കിയതിനുള്ള സ്പെഷ്യൽ മുത്തം കൂടിയാ. വാ. അമ്മേ, ഞങ്ങളൊന്ന് വീട് വരെ പോയിട്ട് വരാം. അവിടെ ഇപ്പൊ ആൾക്കാർ അധികമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കുറച്ചു ദിവസം നീ എവിടെ നിൽക്കുന്നെങ്കിൽ നിന്നോ മോളെ. അതെന്തിനാ ഞാൻ അവിടെ നിൽക്കുന്ന? എന്നെ കെട്ടിച്ചോണ്ട് വന്നത് ഈ വീട്ടിലേക്കല്ലേ? കെട്ടിക്കൊണ്ട് വന്നു. പിന്നെ ഏത് നേരം അവിടെ പോയി നിൽക്കേണ്ട കാര്യം എന്താ? അങ്ങനെ നിൽക്കുന്നില്ലല്ലോ. സാധാരണ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ വലിയ കൊതിയായിരിക്കും. എനിക്ക് അങ്ങനെയുള്ള ഒരു കൊതിയും ഇല്ല. പിന്നെ ഉത്രാടത്തിനും ഓണത്തിനും ഒക്കെ ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നല്ലോ. അമ്മയ്ക്ക് ജോലി ചെയ്ത് മടുത്തെന്നാ തോന്നുന്നേ. എടീ, അതുകൊണ്ട് ഇനി ഇവിടെ ആരും ഇല്ലെങ്കിലും എന്റെ അമ്മയ്ക്ക് സന്തോഷ. അങ്ങനെയൊന്നും മേക്കേട്ടൻ പറയണ്ട. സ്വാതിക്ക് വെച്ച് വിളമ്പാൻ അമ്മായിക്ക് വലിയ താല്പര്യമാ. അവള് കുനിഞ്ഞൊരു കരിയില എടുത്തില്ലെങ്കിലും അമ്മായിക്ക് കുഴപ്പമില്ല. ആഹാ, അവൾ അങ്ങനെ മെയ്യനങ്ങാതിരിക്കുന്നുണ്ടെങ്കിലേ നാളെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെയും കാണും എന്നെ പോലെയുള്ള അമ്മായിയമ്മമാര്. അവരൊരിക്കലും പണി ചെയ്യാത്ത മരുമക്കളെ സ്നേഹിക്കത്തില്ല. ആ ബോധമുള്ള അമ്മായി പിന്നെ എന്തുകൊണ്ടാ അവളെ അടുക്കള പണിയൊന്നും പഠിപ്പിക്കാത്ത? എങ്ങനെ പഠിപ്പിക്കാനാ? വിശക്കുമ്പോ കൃത്യമായിട്ട് ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ വന്നിങ്ങിരിക്കും. കറികൾ കൊള്ളില്ലെങ്കിലേ കുറ്റവും പറയും. അല്ലാതെ
നിനക്കോ അവക്കോ അടുക്കളപ്പണി പഠിക്കണമെന്നൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെൺകുട്ടികള് ഓൺലൈനിൽ സാധനം വരുത്തിയാണമ്മേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനതിനെ എല്ലാത്തിനും ആവശ്യത്തിലധികം അസുഖങ്ങളും ഉണ്ട്. എനിക്ക് അധികം നേരം ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ വരുന്നെങ്കിൽ വാ.